നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് മാത്രമായി സർക്കാർ ചെലവിട്ടത് 10 കോടി രൂപ. പോസ്റ്റർ അച്ചടിക്കുന്നതിനും ലഘുലേഖ തയ്യാറാക്കുന്നതിനും ക്ഷണക്കത്തിനുമായാണ് തുക അനുവദിച്ചത്. ക്ഷേമ പെൻഷൻ വിതരണം നിലച്ച് 7 മാസം പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത സർക്കാരാണ് കോടികൾ പൊടിക്കുന്നത്. അതേസമയം കേന്ദ്രം അനുവദിച്ച 4000 കോടി രൂപ സർക്കാരിന് ലഭിച്ചു. GST വിഹിതം ഉൾപ്പെടെയാണ് തുക ലഭിച്ചത്. വിവരങ്ങളുമായി വിനോദ് ചേരുന്നു. വിനോദ്, എന്തായാലും ഇടക്കാല ആശ്വാസമായി, താൽക്കാലിക ആശ്വാസമായി കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും തുക അനുവദിച്ചു. പക്ഷേ ഈ സർക്കാരിന്റെ ധൂർത്തിന് കുറവില്ല എന്നുള്ളതാണ്. കാരണം ഈ പോസ്റ്ററും ബ്രോഷറും ഒക്കെ നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് വേണ്ടി അച്ചടിച്ചതിന് വേണ്ടി 10 കോടി രൂപ അനുവദിച്ചു എന്ന് പറയുമ്പോൾ അത്രയും തുക എന്തായാലും ചിലവായി കാണില്ല. അതങ്ങ് എഴുതിയെടുക്കുകയാണ് ഖജനാവിൽ നിന്ന് എന്നുള്ളതാണ് സാധാരണക്കാരെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാകുന്നത് ഇത്. തീർച്ചയായും ലക്ഷ്മി ഷാജി, നമുക്കറിയാം സംസ്ഥാന സർക്കാർ, പിണറായി സർക്കാർ തീവട്ടി കൊള്ള തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സർക്കാരിന്റെ പ്രചാരണത്തിന് വേണ്ടി മാത്രം നടത്തിയ ഒരു പരിപാടിയാണ് നവകേരള സദസ്സ്. അതുകൊണ്ട് ഒരാൾക്ക് പോലും എന്തെങ്കിലും പ്രയോജനം ലഭിച്ചതായി ഇന്നേ വരെ വാർത്ത വന്നിട്ടില്ല. അങ്ങനെയുള്ള ആ പരിപാടിയുടെ മുഴുവൻ തുക എത്ര രൂപ ചെലവായി എന്നതിനെ സംബന്ധിച്ച ഒരു പൊതുവായ ഒരു കണക്കേ പുറത്തു വന്നിട്ടില്ല. ഘട്ടം ഘട്ടമായി ഓരോ ഇനത്തിനും ചെലവായ തുകയുടെ കണക്കാണ് പുറത്തു വരുന്നത്. ഈ പരിപാടി നടത്തുന്നതിന്, പ്രചാരണ പരിപാടികൾക്കും അതിന്റെ ലഘുലേഖ തയ്യാറാക്കുന്നതിനും ക്ഷണക്കത്തിനും ഒക്കെയായി മാത്രമാണ് 10 കോടി രൂപ ചെലവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ബാക്കി കണക്കുകൾ പുറത്തു വരാനുണ്ട്. ഇവരുടെ യാത്ര, ഇവരുടെ താമസം, ഇതിനുവേണ്ടി ചെലവഴിച്ച ഓരോ ജില്ലയിലും ചെലവഴിച്ച ഇവർക്കുള്ള ഭക്ഷണം, ഇവർക്കുള്ള ആ പരിപാടി സംഘടിപ്പിച്ച അതിന്റെ വേദി തുടങ്ങി ഇതിനോടിയ വാഹനങ്ങൾ തുടങ്ങി വിവിധ ചെലവുകൾ വരാനുണ്ട്. ഇതിന്റെ കണക്കുകളൊന്നും പുറത്തു വന്നിട്ടില്ല. സ്പോൺസർമാർ ആണ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഇതിന് സർക്കാരിനൊരു കണക്കുണ്ടാവും. ആ കണക്കൊന്നും പുറത്തു വന്നിട്ടില്ല. ഓരോ ഇനത്തിന്റെയും കണക്കാണ് പുറത്തു വരുന്നത്. അങ്ങനെ അച്ചടി, പോസ്റ്റർ, ക്ഷണക്കത്തിന് മാത്രമാണ് 10 കോടി രൂപ ചെലവായിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക ദാരിദ്ര്യത്തിലൂടെ കടന്നു പോവുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ ശമ്പളമില്ല, പെൻഷനില്ല. ഈ സർക്കാർ വളരെ പ്രതിസന്ധിയിലാണെന്ന് ധനമന്ത്രി പോലും വാർത്താ സമ്മേളനം നടത്തി പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ഉദാരമായ സമീപനം സ്വീകരിക്കുന്നു. 4000 കോടി രൂപ അടിയന്തരമായി സംസ്ഥാന സർക്കാരിന് അനുവദിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഫെബ്രുവരി മാസത്തെ ശമ്പളം, പെൻഷൻ മുടക്കം കൂടാതെ സർക്കാരിന് കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആശ്വാസമുണ്ട്. പക്ഷേ ഒരു മാസത്തെ ഇവിടുത്തെ സർക്കാരിന്റെ ഒരു മാസത്തെ പ്രവർത്തനത്തിന് മാത്രം, മറ്റ് ഇനങ്ങൾക്ക് മാത്രം 20,000 കോടി രൂപ വേണം. ഇത് എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിനുവേണ്ടി സർക്കാർ ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു മാർഗം ട്രഷറിയിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ നൽകാം എന്നുള്ള ഒരു വാഗ്ദാനമാണ്. അങ്ങനെ നൽകുമ്പോൾ, ട്രഷറി നിക്ഷേപത്തിന് കൂടുതൽ പലിശ നൽകുമ്പോൾ സമ്പത്ത് കയ്യിലുള്ളവർ ട്രഷറിയിലേക്ക് കൂടുതൽ പണം നിക്ഷേപിക്കും. അങ്ങനെ സർക്കാരിന് പണം കണ്ടെത്താം എന്നുള്ള വലിയൊരു തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ഇത്തരത്തിലൊക്കെ പണം കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ പണം ധൂർത്തടിച്ച് കളയുന്നത്. വിനോദ്, ഈ പണം ലഭ്യത ഉറപ്പാക്കാൻ ട്രഷറി വകുപ്പ് ഹ്രസ്വകാല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശയാണ് കൂട്ടിയതല്ല, അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നുള്ളതാണ്. തീർച്ചയായും ഹ്രസ്വകാല നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിലാണ് വർധനവ് വരുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ട്രഷറിയിൽ സാധാരണക്കാർ അല്ലെങ്കിൽ സമ്പത്തുള്ളവർ ഒന്നും ദീർഘകാലത്തേക്ക് ട്രഷറി പോലുള്ള ഒരു സ്ഥാപനത്തിൽ അവർ നിക്ഷേപം നടത്തുക പതിവില്ല. അത് പൊതുമേഖലാ ബാങ്കുകളിലായിരിക്കും. അപ്പോൾ ട്രഷറിയിൽ നിക്ഷേപം കൂടുതലായി ലഭിക്കുന്നത് ഹ്രസ്വകാല നിക്ഷേപങ്ങൾക്കാണ്. അതിനാണ് വായ്പ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പണം നൽകാനുണ്ട് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ സമരം നടത്തുന്നു. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുക്കുന്നു. ഇതൊക്കെ നടത്തുമ്പോഴും കേന്ദ്ര സർക്കാർ കൃത്യമായി നൽകാനുള്ള GST വിഹിതമടക്കം സംസ്ഥാന സർക്കാരിന് നൽകാനുള്ള വിഹിതങ്ങൾ എല്ലാം കൃത്യമായി നൽകുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമാണ് ഏറ്റവും അവസാനമായി അടിയന്തരമായി അനുവദിച്ച 4000 കോടി രൂപ. ഈ 4000 കോടി രൂപ സർക്കാർ കൈപ്പറ്റുകയും ചെയ്തു. ഈ പണമെല്ലാം കൈപ്പറ്റുകയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു രാഷ്ട്രീയ നയമാണ് സർക്കാർ തുടരുന്നത്. അതിനിടെയാണ് നവകേരള സദസ്സ് പോലുള്ള ധൂർത്തിന്റെ കണക്കുകൾ ഓരോന്നായി പുറത്തു വരുന്നതും. ലക്ഷ്മി, വിനോദാണ് വിവരങ്ങൾ.